നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പ്രതീക്ഷകളോടെ 2024 വരവേറ്റ് രാജ്യം. ആഘോഷപൂർവ്വമാണ് 2024 നാടകം സ്വീകരിച്ചത്. ചുങ്കാലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പുതുവത്സരത്തിൽ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴയോട് ചേർന്ന ഗ്രാമീണ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തിലധികമായി സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റി നൽകാത്തതിനെതിരെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് മുപ്പിളി എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ തൊഴിലാളി കുടുംബത്തിന്റെ കുത്തിയിരിപ്പ് സമരം. പുതുക്കാട് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. സാംസ്കാരിക പ്രവർത്തകനായ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ സമ്മേളന വേദിയിൽ അക്കാദമിക്കെതിരെ വിമർശനവുമായി ഗാനരചയിതാവായ രാജീവ് ആലുങ്കൽ. അക്കാദമി പുരസ്കാരങ്ങൾ ചിലർക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നുവെന്ന് കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ കുറ്റപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതീക്ഷകളോടെ 2024 വരവേറ്റ് രാജ്യം. ആഘോഷപൂർവ്വമാണ് 2024 നാടെങ്ങും സ്വീകരിച്ചത്. 2023 യാത്രയാക്കി ക്ലോക്കിൽ സൂചികൾ 12 മണിയിലേക്ക് എത്തിയപ്പോൾ കരിമരുന്ന് പ്രയോഗങ്ങളോടെയാണ് പുതുവർഷത്തിലേക്ക് കടന്നത്. വൈകിട്ടോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ പലയിടത്തും രാവേറെ നീണ്ടു. പള്ളികളിൽ ഒരുക്കിയ മെഗാ പുൽക്കൂടും കാർണിവലും കാണാനും നിരവധി ആളുകൾ എത്തി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിയന്ത്രിതമായ പരിപാടികളാണ് നടന്നത്. വിവിധയിടങ്ങളിൽ ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും വിവിധ കൂട്ടായ്മകളുടെയും ആഭിമുഖ്യത്തിലും സംഗീത നൃത്ത കലാവിരുന്നുകൾ നടന്നു. ഒല്ലൂർ പള്ളി ഗ്രൗണ്ട് സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ക്രിസ്മസ് കാർണിവൽ കാണാൻ പുതുവത്സര ദിനത്തിലും നിരവധി പേർ എത്തി. ഒല്ലൂർ പള്ളി മൈതാനിയിൽ 4 ലക്ഷത്തിൽ പരം ബൾബുകൾ കൊണ്ട് തീർത്ത പ്രകാശ വിസ്മയത്തിന് പുറമെ ചുറ്റിലുമുള്ള വൃക്ഷങ്ങളിലും അലങ്കാര ദൃശ്യങ്ങൾ ഒരുക്കിയിരുന്നു. പ്രദർശനം സൗജന്യമായിരുന്നു. ഗ്രൗണ്ടിൽ നിത്യവും രാവിലെയും വൈകിട്ടും വർഷങ്ങളായി വിനോദത്തിനും വ്യായാമത്തിനും പതിവായി കണ്ടുമുട്ടുന്നവരുടെ കൂട്ടായ്മയാണ് ഉദ്യമത്തിന് പിന്നിൽ. ഒപ്പം നാട്ടുകാരുടെ സഹകരണവും പിന്തുണയും ഉണ്ടായിരുന്നു. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജിത രാജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഗിരി, ഷാൻഡോ കൈതാരത്ത്, PS സുരേന്ദ്രൻ, ഗ്രന്ഥശാല സമിതി താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി PS അംബുജാഷൻ, PU സിറിയക്, ഉഷ മാണി, ജിതി സലീഷ്, KR ശിവശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റിൽ ജേതാക്കളായ ഉഷ മാണി, ജിതി സലീഷ്, ITI ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ നാഷണൽ ടോപ്പറായ KK സജ്ജയ് കുമാർ, ആരോഗ്യ പ്രവർത്തക മണി സന്തോഷ് എന്നിവരെയും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ സർഗോത്സവ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. മറ്റത്തൂർ ചുങ്കാലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മൂലംകൂടം പള്ളത്തേരി രാജീവൻ മകൻ 24 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. ഞായർ രാത്രി 8-നാണ് അപകടം ഉണ്ടായത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബീനയാണ് മാതാവ്. സഹോദരി ഗോപിക. പുതുവത്സരത്തിൽ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴയോട് ചേർന്ന ഗ്രാമീണ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴ വിനോദസഞ്ചാരികൾക്കും സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഉല്ലാസയാത്ര നടത്തുവാനും ഈ വഞ്ചി ടൂറിസം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയും അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ വിനീത് കൃഷ്ണനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്.
ഈ വഞ്ചി ടൂറിസം പദ്ധതി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. കയാക്കിംഗ് ടൂർ, പെഡൽ ബോട്ടിംഗ്, കുട്ടവഞ്ചി സവാരി എന്നിവയാണ് ഈ വഞ്ചിയുടെ പ്രധാന സേവനങ്ങൾ. 2 വർഷത്തിലധികമായി സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റി നൽകാത്തതിനെതിരെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് മുപ്ലി എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ തൊഴിലാളി കുടുംബത്തിന്റെ കുത്തിയിരിപ്പ് സമരം. HML ബ്ലാക്ക് സ്മിത്ത് ആയിരുന്ന ശിവനും കുടുംബവുമാണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. മാനേജ്മെന്റ് അവസാന ചർച്ച നടന്ന ഡിസംബർ 31 തുക നൽകാമെന്നാണ് അറിയിച്ചിരുന്നതെന്നും കടക്കണിയിലായ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണെന്നും ശിവൻ പറഞ്ഞു. ശിവനൊപ്പം ഭാര്യ ബിന്ദുവും 3 മക്കളുമാണ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തിയത്. പുതുക്കാട് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകനായ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം VV പരമേശ്വരൻ, ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ, ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ, ട്രഷറർ KM ശിവരാമൻ, ജില്ലാ സാംസ്കാരിക സമിതി കൺവീനർ KA അനീഫ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P തങ്കം, പ്രസിഡന്റ് MA ജോസ്, ട്രഷറർ K സുകുമാരൻ, സാംസ്കാരിക വേദി കൺവീനർ KS അനന്തരാമൻ, സെക്രട്ടറി KO പൊറിഞ്ചു എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സാംസ്കാരിക പ്രഭാഷണവും നടത്തി. അടുത്ത ചോദ്യമാണ്, എന്നാ പിന്നെ എന്തിനാ വായിക്കുന്നത്? അത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെ എന്തിനാ വായിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് അതേ എന്നോട് പുറത്തേക്ക് വിളിച്ച് തിരക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അദ്ദേഹം ഇത് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു. നമുക്ക് ഇരിക്കേണ്ട സമയം പോവാൻ. ഏറ്റവും മികച്ച കളക്ഷനും ട്രെൻഡി ഡിസൈനുകളുമായി പേൾസ് ലേഡീസ് വേൾഡ് ആൻഡ് ബ്യൂട്ടി ലോഞ്ച് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജോബി പുളിക്കൻ ബിൽഡിംഗിലാണ് പേൾസ് ലേഡീസ് വേൾഡ് ആൻഡ് ബ്യൂട്ടി ലോഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫെറോണ പള്ളി വികാരി ഫാദർ പോൾ തേക്കനത്ത് സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം മാളവിക മേനോൻ ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോജോ കുറ്റിക്കാടൻ, പുതുക്കാട് പ്രവാസി സൊസൈറ്റി സ്ഥാപക പ്രസിഡന്റ് ജോസഫ് തമ്പി എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. പുതുക്കാടിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ലോകോത്തര കമ്പനികളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ പേൾസിൽ ലഭ്യമാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായതും ഗുണമേന്മ ഉറപ്പാക്കിയും പേൾസ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു. എല്ലാവിധ പ്രീമിയം ഇമിറ്റേഷൻ ഗോൾഡ് ആഭരണങ്ങളും ഫാൻസി ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്നതാണ്. ഉദ്ഘാടന സമയത്ത് എത്തിയവരിൽ നിന്നും നറുക്ക് എടുത്ത് കിട്ടിയ 5 ഭാഗ്യശാലികൾക്ക് 2000 രൂപ വിലയുള്ള പേൾസ് ലേഡീസ് വേൾഡിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ സമ്മാനമായി നൽകി. PBG ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമാണിത്. യുവർ എക്സ്ക്ലൂസീവ് സ്റ്റൈൽ ഡെസ്റ്റിനേഷൻ പേൾസ് ലേഡീസ് വേൾഡ് ആൻഡ് ബ്യൂട്ടി ലോഞ്ച്, അഡ്വക്കേറ്റ് ജോബി പുളിക്കൻ ബിൽഡിംഗ്, പള്ളിക്ക് സമീപം, പുതുക്കാട്. ഫോൺ 0480 20810000. ഒരു സഹകരണ സ്ഥാപനമായി, ഒരു സൊസൈറ്റിയായി അത് വിപുലീകരിച്ച് മുന്നോട്ട് വന്ന ഘട്ടത്തിൽ നന്മയുടെ ഒരു പരിപാടിയിൽ നേരത്തെ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. അപ്പോൾ നന്മയിലുള്ള അംഗങ്ങളിൽ 10 പേർ ചേർന്ന്, പ്രവാസികളായ 10 പേർ ചേർന്ന് ഇവിടെ ഈ പുതുക്കാട് ഹൃദയഭാഗത്ത് മനോഹരമായി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഏറ്റവും സവിശേഷത. ഒരു ഉള്ള സ്ഥലത്തിന് ഏറ്റവും മികച്ച നിലയിൽ വളരെയധികം ആകർഷകത്വമുള്ള ഒരു വേൾഡ് തന്നെയായി ഇത് മാറിയിട്ടുണ്ട്. ഈ ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ എനിക്ക് തോന്നുന്നത്
പലരും ഇപ്പോൾ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഒരു ക്വിക്ക് അല്ലെങ്കിൽ യൂസ് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഈവൻ എൻഗേജ്മെൻറ്റിനും മാരേജിനും നമ്മൾ പലതും ഇങ്ങനത്തെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റോർ അക്കാദമി പുരസ്കാരങ്ങൾ ചിലർക്കു മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നുവെന്ന് കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ കുറ്റപ്പെടുത്തി. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ സമ്മേളനം കൊടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് രമേശൻ നായർക്ക് അക്കാദമി പുരസ്കാരം കിട്ടാതെ പോയത് തപസ്യയുടെ ഭാരവാഹി ആയിരുന്നതുകൊണ്ടാണ്. അക്കാദമി അവാർഡുകൾ രാഷ്ട്രീയ പരിഗണനകൾ നോക്കാതെ അർഹരായവർക്ക് നൽകണം. എല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുന്ന കേരളം വലിയ സാംസ്കാരിക അപജയത്തിലേക്കാണ് നീങ്ങുന്നത്. ബന്ധങ്ങളുടെ വൈകാരികത നഷ്ടപ്പെടുന്നു. അച്ഛന് മകളെ ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കലയും സാഹിത്യവും ഇവിടെ വിൽപ്പന ചരക്കാകുന്നുവെന്നും രാജീവ് ആലുങ്കൽ ആരോപിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് മുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ച രാപ്പാൾ സുകുമാര മേനോൻ, കൊടകര കുഞ്ഞുണ്ണി, സുധീന്ദ്രൻ ചൂണ്ടൽ, സുരേഷ് ഏറാട്ട് നന്ദിപുലം, ആർട്ടിസ്റ്റ് മോഹൻ, കലാഭവൻ രാജീവ് കുമാർ, ശ്രീധരൻ കളരിക്കൽ, പുലരി ചന്ദ്രൻ, കൊടകര സുകുമാരൻ, വിനോദ് കൊടകര, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, EV അരവിന്ദാഷൻ, സജയൻ ഞാറേക്കാട്ടിൽ, ഗ്രീഷ്മ സത്യൻ, കൊടകര ഗോപി എന്നിവരെ സംഗീത സംവിധായകൻ വിദ്യാധരൻ ചടങ്ങിൽ ആദരിച്ചു. മുരളി പാറപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ, സെക്രട്ടറി TS നീലാംബരൻ, സംസ്ഥാന സമിതി അംഗം CC സുരേഷ്, TP സുധാകരൻ, PK സുബ്രഹ്മണ്യൻ, ഷാജു കളപ്പുരയ്ക്കൽ, സുനിത സുകുമാരൻ, കൊടകര ഉണ്ണി, മുരളി വെള്ളിത്തിരുത്തി എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനാനന്തരം പെരിങ്ങോട് സുബ്രഹ്മണ്യന്റെ ഇടക്ക വിസ്മയവും അരങ്ങേറി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ച പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് പോലീസും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. അറസ്റ്റിലായ പ്രതിയെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായാണ് എത്തിച്ചത്. ചികിത്സാ മുറിയിലേക്ക് കടത്തിയിരുത്തിയ പ്രതി പൊടുന്നനെ ഓടിപ്പോവുകയായിരുന്നു. പിന്നാലെ പോലീസ് ഓടുന്നത് കണ്ട് ആശുപത്രി പരിസരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പിടികൂടി. പള്ളിക്കുന്നിൽ പുതുവത്സരാഘോഷത്തിന് വ്യാജമദ്യം വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി വരദരപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സമർപ്പിത സംഗമം സംഘടിപ്പിച്ചു. ഇടവകയിൽ നിന്നുള്ള വൈദികരും സിസ്റ്റേഴ്സും വൈദികാർത്ഥികളും പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് നടന്ന സമൂഹ ബലിയിൽ ഇടവകയിലെ വൈദികരെല്ലാം കാർമ്മികരായി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി, മദർ സിസ്റ്റർ ക്ലെയർ, സിസ്റ്റർ പ്രശാന്ത് വട്ടക്കുഴി, ലാൽജോ നമ്പാടൻ, വർഗീസ് രായപ്പൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഇടവകയ്ക്ക് നിലനിന്ന് പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സന്യസ്ത സമർപ്പിത വൈദിക അവരുടെ കൂട്ടായ്മയിലൂടെയാണ്, അവരുടെ പ്രാർത്ഥനയിലൂടെയാണ്. വലിയ കാര്യമാണ്, യാതൊരു സംശയവുമില്ല. ചുങ്കാലിൽ ജനിച്ചു വളർന്ന് ആരോരും ഇല്ലാതെ 74-കാരൻ രാമൻ ഇന്ത്യൻ പൗരനായി. ആധാർ കാർഡും റേഷൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളും സ്വന്തമായി. ചുങ്കാലിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു വരികയായിരുന്നു രാമൻ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു രേഖയും കൈവശമില്ലാതിരുന്ന, ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിക്കാതിരുന്ന ഇദ്ദേഹം രേഖയുള്ള ഇന്ത്യൻ പൗരനായത്. ഇതോടെ ഈ മാസം മുതൽ 1600 രൂപയുടെ പ്രതിമാസ പെൻഷനും അർഹത നേടി. ആദ്യ പെൻഷൻ വിതരണം മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി കൈമാറി. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ബിന്ദു മനോജ്, വെള്ളിക്കുളങ്ങര സൊസൈറ്റി ബോർഡംഗം വിജിത്ത് വർഗീസ്, മനോജ് ചുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. മണലി മുതൽ കുറുമാലി വരെ ആകാശപാത നിർമ്മിക്കാൻ നടപടി ആവശ്യപ്പെട്ട് TN പ്രതാപൻ MP-ക്കും KK രാമചന്ദ്രൻ MLA-ക്കും പുതുക്കാട് വികസന സമിതി നിവേദനം നൽകി. ദേശീയപാതയിലെ മണലി മുതൽ കുറുമാലി വരെ അപകടങ്ങൾ പതിവാണെന്നും യാത്രക്കാർ അപകട ഭീതിയിലാണ് ഇതുവഴി കടന്നു പോകുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ദേശീയപാത അധികൃതരുടെ വിദഗ്ധ സമിതിയെ കൊണ്ട് ഇവിടെ പരിശോധന നടത്തണമെന്നും പുതുക്കാട് വികസന സമിതി ഭാരവാഹികളായ സെബൻ പല്ലൻ, തോമസ് ഐനിക്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. വേലുപ്പാടം സെന്റ് ജോസഫ് HSS NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ്
സമന്വയം 2023 ഭാഗമായി സ്നേഹാരാമം പദ്ധതി അളഗപ്പ നഗർ പഞ്ചായത്തിലും വരദരപ്പള്ളി പഞ്ചായത്തിലും നടപ്പിലാക്കി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ സ്നേഹാരാമം പദ്ധതി പഞ്ചായത്ത് അംഗം ജോസി ജോജി ഉദ്ഘാടനം ചെയ്തു. വരദരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്നേഹാരാമം പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചെറേത്ത്, വാർഡ് അംഗങ്ങളായ KH സുഹറ, കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി PS ഫ്രാൻസിസ്, ജൂനിയർ സൂപ്രണ്ട് PR സുമേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PH മുഹമ്മദ്, വേലുപ്പാടം സെന്റ് ജോസഫ് HSS പ്രിൻസിപ്പാൾ ജെസ്സി P ലാസർ, പ്രധാനാധ്യാപകൻ VD ജോഷി, NSS പ്രോഗ്രാം ഓഫീസർ VD റോജ, NSS വോളണ്ടിയർ ലീഡർ അജ്മൽ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. പന്തല്ലൂർ ജനത UP സ്കൂളിൽ നടക്കുന്ന നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര PHCക്ക് സമീപം ഒരുക്കിയ പൂന്തോട്ടം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പന്തല്ലൂർ 6ാം വാർഡ് ഗ്രാമസഭയിൽ NSS നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇരിഞ്ഞാലക്കുട റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ CV രാജേന്ദ്രൻ നയിച്ച വർജ്യ സഭയും വോളണ്ടിയർമാരുടെ തെരുവു നാടകവും നടത്തി. അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഇടപെടലുകൾ നടത്തേണ്ടതിനെപ്പറ്റി IMA പരിശീലനവും NSS അംഗങ്ങൾക്ക് ലഭിച്ചു. ഋതുഭേദ ജീവനം പദ്ധതിയുടെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ചർച്ച, കലണ്ടർ വിതരണം എന്നിവ നടത്തി. വൃദ്ധജന പരിപാലനത്തിന്റെ ഭാഗമായി പാലിയം സംഘടന ബോധവൽക്കരണം നൽകി. സമം ശ്രേഷ്ഠത്തിന്റെ ഭാഗമായി ജെൻഡർ പാർലമെന്റ്, സമത്വ ജ്വാല, ഓട്ട്സോർ സമത്വ ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു. നന്ദിക്കര ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹെൻറി പ്രസാദിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാട്രിക് സർജറി വിഭാഗത്തിന്റെ OP പ്രവർത്തനം ജനുവരി 1 മുതൽ തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിലായി പുനഃക്രമീകരിച്ചതായി സൂപ്രണ്ട് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൻകാട് മൈതാനത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 3-ന് തൃശൂർ താലൂക്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശന വഴിയിലും സ്വകാര്യ ഹെലികോപ്റ്ററുകൾ, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, റിമോട്ട് ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് കളിവസ്തുക്കൾ, ഹെലികാം തുടങ്ങിയവയുടെ ഉപയോഗം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുകുന്ദപുരം താലൂക്ക് വികസന സമിതിയുടെ യോഗം ജനുവരി 6-ന് രാവിലെ 11 മണിക്ക് മുകുന്ദപുരം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ആമ്പല്ലൂരിലെ ബോഡി ബിൽഡേഴ്സ് കുടുംബക്ഷേമ സംരക്ഷണ സംഘത്തിന്റെ ഓഫീസ് ചൊവ്വാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കൂടലി ആർക്കേഡിലെ 1-ാം നിലയിൽ ഉച്ചയ്ക്ക് 2-ന് ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റ് K ആനന്ദനും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ പരിരക്ഷയും മരണാനന്തര കുടുംബത്തിന് സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിക്കും സംഘം രൂപം നൽകിയിട്ടുണ്ട്. പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ഒരംഗം മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ മരണാനന്തര ധനസഹായമായി നൽകും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5855 രൂപ, പവന് 46,840 രൂപ. വെണ്ടോർ ചുങ്കത്ത് അളിക്കല ബേബി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രതീക്ഷകളോടെ 2024 വരവേറ്റ് രാജ്യം. ആഘോഷപൂർവ്വമാണ് 2024 നാടകം സ്വീകരിച്ചത്. ചുങ്കാലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പുതുവത്സരത്തിൽ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴയോട് ചേർന്ന ഗ്രാമീണ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തിലധികമായി സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റി നൽകാത്തതിനെതിരെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് മുപ്പിളി എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ തൊഴിലാളി കുടുംബത്തിന്റെ കുത്തിയിരിപ്പ് സമരം.
പുതുക്കാട് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. സാംസ്കാരിക പ്രവർത്തകനായ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ സമ്മേളന വേദിയിൽ അക്കാദമിക്കെതിരെ വിമർശനവുമായി ഗാനരചയിതാവായ രാജീവ് ആലുങ്കൽ. അക്കാദമി പുരസ്കാരങ്ങൾ ചിലർക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നുവെന്ന് കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ കുറ്റപ്പെടുത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.